വീണ്ടും നല്ല പ്രഭാതം യേശു കർത്താവ് തന്നു. ഇന്നലെ രാത്രി കിടന്നപ്പോൾ കർത്താവെ സൂര്യൻ ഉദിക്കണമെന്ന് ആരും പ്രാർത്ഥിച്ചില്ല, എന്നിട്ട് സൂര്യൻ ഉദിച്ചില്ലേ? നമ്മൾ ഉപവസിച്ച് പ്രാർത്ഥിച്ചത് കൊണ്ടോ നമ്മൾ രാത്രി മുഴുവൻ ഇരുന്ന് പ്രാർത്ഥിച്ചത് കൊണ്ടാണോ സൂര്യൻ ഉദിച്ചത്? നമുക്ക് സൂര്യൻ ആവശ്യമാണ്. നമ്മുടെ നീതി സൂര്യനായ കർത്താവിനെ അറിയാം. നമ്മൾ പ്രാർത്ഥിച്ചത് കൊണ്ടല്ല നേരം വെളുത്തത്. നേരം വെളുക്കാൻ ദൈവം ആ സിസ്റ്റം നമ്മൾ ഈ ഭൂമിയിലേക്ക് വരുന്നതിന് മുമ്പ് ദൈവം ചെയ്തു വെച്ചിരിക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഈ ഭൂമിയിൽ കൊണ്ടുവന്നു. ദൈവം എത്ര കരുണയുള്ളവനാണ്. പ്രഭാതങ്ങളെ തരുന്ന ദൈവമാണ്. സങ്കീർത്തനത്തിൽ പറയുന്നു, രാത്രിയിൽ കരച്ചിൽ വന്ന് രാപാർക്കും, എന്നാൽ ഉഷസ്സിലോ ആനന്ദഘോഷം വരും. എല്ലാ പ്രഭാതത്തിലും ഒരു സന്തോഷം വരുന്നതാണ്, ആനന്ദഘോഷം. ചെറിയ ചിരിയല്ല, വലിയ ആഘോഷങ്ങളാണ് ഓരോ പ്രഭാതത്തിലും ദൈവം വെച്ചത്. എന്നാൽ ചില രാത്രികളിൽ കരച്ചിലും വരും. എന്നാൽ ആ കരച്ചിലുകളെ ആനന്ദഘോഷമാക്കാൻ ദൈവം നമ്മെ കൂടെ ഇരുന്ന് സഹായിക്കുകയാണ്. പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെയുണ്ട്. പ്രാർത്ഥിച്ച് നമ്മുടെ കണ്ണുനീരുകളെ ആഘോഷമാക്കാൻ, വിലാപങ്ങളെ നൃത്തമാക്കാൻ യേശു കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ഓരോ ദിവസവും നമുക്ക് കർത്താവിനെ അതിര് കടന്ന് വിശ്വസിക്കണം. അതിര് കടന്ന് നമ്മൾ വിശ്വസിച്ചാൽ നമ്മുടെ അതിരുകൾ കടക്കും. അനുഗ്രഹങ്ങളും അതിര് കടക്കും. നമ്മുടെ കൂടാരം വലുതാകും, നമ്മുടെ ജീവിതം വലുതാകും, നമ്മുടെ ചിന്താഗതികൾ വലുതാകും, നമ്മുടെ പ്രാർത്ഥന വലുതാകും. പ്രാർത്ഥന വലുതാകുന്നുണ്ടെങ്കിൽ, വിശ്വാസം വലുതാകുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിന്റെ ജീവിതം വലുതാകുക, നിന്റെ ബൗണ്ടറി പൊളിയുകയാണ്. നിങ്ങൾ പണ്ട് നിങ്ങൾക്ക് ചുറ്റും വെച്ചിരിക്കുന്ന ഇത്രയൊക്കെ ഉള്ളെന്നില്ലേ, അത് പൊളിഞ്ഞു പോവുകയാണ്. ഭൂമിയുടെ അറ്റത്തോളം പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി ദൈവം വെച്ചിരിക്കുന്നത് അളവുകളില്ല. ഭൂമിയിൽ എത്ര രാജ്യമുണ്ട്, അവിടെയെല്ലാം നിനക്ക് ദൈവം വിശാലത തരും. നീ പോകുന്നിടത്തെല്ലാം ദൈവം നിന്നെ ഉയർത്തും. എല്ലായിടത്തും നിന്റെ ബൗണ്ടറിയെല്ലാം പൊളിച്ചു കളയാൻ പോയാണ് കർത്താവ്. വിശ്വസിക്കുക. ഇന്ന് പ്രഭാതത്തിൽ ഇത് കേട്ടിട്ട് വേണം എഴുന്നേക്കാൻ. ഇത് കേട്ട് കട്ടിലേക്ക് കിടന്ന് കേട്ടോ, എന്നാൽ കേട്ടിട്ട് സ്തോത്രം പറഞ്ഞ് എഴുന്നേക്കണം. ഇന്ന് എൻ്റെ ദിവസമാണ്, എൻ്റെ അതിരുകളെ ദൈവം വിശാലമാക്കാൻ പോയി. അതെ, കർത്താവ് അത് ചെയ്യും. ഇന്നത്തെ ആരാധനയിൽ ദൈവം നമ്മെ അനുഗ്രഹിക്കാൻ പോവുകയാണ്. ചേർന്ന് പാടി യേശുവിനെ ആരാധിക്കാം. രാജാവായിരിക്കെ
നീ സഹോദരൻ കൂട്ടാളിയും നീ രാജാവായിരിക്കെ വാഞ്ചിക്കുന്നു അങ്ങേറ്റവുമധികമായി ക്ഷമാകും നിന്നെ ആരാധിക്കുന്നു. എൻ ഹൃദയത്തിനുന്മേൽ ക്ഷമാകും നിന്നെ ആരാധിക്കുന്നു. നീ എൻ്റെ കോട്ടയും നീ എൻ്റെ കോട്ടയുമെൻ ബലവും എന്നുള്ളം നിനക്കായി വാഞ്ചിക്കുന്നു. നീ എൻ്റെ കോട്ടയുമെൻ ബലവും എന്നുള്ളം നിനക്കായി വാഞ്ചിക്കുന്നു. നീ എൻ്റെ കോട്ടയുമെൻ ബലവും എന്നുള്ളം നിനക്കായി വാഞ്ചിക്കുന്നു. എൻ ഹൃദയത്തിനുന്മേൽ ക്ഷമാകും നിന്നെ ആരാധിക്കുന്നു. എൻ ഹൃദയത്തിനുന്മേൽ ക്ഷമാകും നിന്നെ ആരാധിക്കുന്നു. കർത്താവിൻ്റെ തിരുവെഴുത്തിലേക്ക് ഇനിയും വരാം. നിങ്ങൾ ഓരോ ദിവസവും കേൾക്കുന്നത് വെറും ഒരു ടീച്ചിങ് അല്ല, പ്രസംഗമല്ല, നിങ്ങളോടുള്ള കർത്താവിൻ്റെ പ്രവചനവും വെളിപ്പാടുകളുമാണ്. മറ നീക്കി ദൈവം കുറേ കാര്യങ്ങൾ നമ്മെ കാണിച്ചു തരികയാണ്. നമ്മുടെ ജീവിതം മാറാൻ വേണ്ടിയാണ് ഓരോ പ്രഭാതത്തിലും ദൈവം നല്ല സന്ദേശങ്ങൾ തരുന്നത്. ഒത്തിരി പേര് അനുഗ്രഹിക്കപ്പെടും. ഈ മിനിസ്ട്രിയിൽ നിങ്ങൾക്കും ഒരു ഭാഗമാകണ്ടേ? ഈ മിനിസ്ട്രിയുടെ ഒരു ഭാഗമായി നിങ്ങൾക്കും അനുഗ്രഹിക്കപ്പെടണ്ടേ? ഞങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നതിൻ്റെ ഒപ്പം ആ ഒപ്പത്തിൽ നിങ്ങൾക്കും അനുഗ്രഹിക്കപ്പെടാൻ ഈ മിനിസ്ട്രിക്ക് ഒരു കൈത്താങ്ങലായി മാറുക. ഈ മീഡിയ ഒത്തിരി ചെലവ് ചെയ്താണ് ഞങ്ങൾ ഈ മീറ്റിംഗ് നടത്തുന്നത്. ഈ മീഡിയക്ക് ഒത്തിരി ആവശ്യമുണ്ട്. ക്യാമറകൾ ആവശ്യമുണ്ട്, കമ്പ്യൂട്ടറുകൾ ആവശ്യമുണ്ട്, പുതിയ സംവിധാനങ്ങൾ ആവശ്യമുണ്ട്. ഇന്നിത് കേൾക്കുന്ന ആർക്കെങ്കിലും ഈ വേലയിൽ ഒരു ഭാഗമാകാൻ നിങ്ങൾക്ക് ഞങ്ങളെ വിളിക്കാം. എന്താണ് ആവശ്യം? കർത്താവ് ചോദിച്ച പോലെ ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? ആ കർത്താവിൻ്റെ മനസ്സുള്ള ആരെങ്കിലും അങ്ങനെയൊക്കെ ചോദിക്കേ. ചില ആവശ്യങ്ങളുടെ നടുവിലാണ്. നിങ്ങൾക്ക് ഞങ്ങളെ സഹായിക്കാൻ കഴിയും. ദൈവം നിങ്ങളുടെ കയ്യിൽ ചിലത് ഏൽപ്പിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്കും ഞങ്ങൾക്കും അനുഗ്രഹമാകും. അങ്ങനെ കിട്ടിയ ക്യാമറയും കമ്പ്യൂട്ടറും ഞങ്ങൾക്കില്ലായിരുന്നെങ്കിൽ ഇങ്ങനൊരു പ്രോഗ്രാം, ജീസസ് എവരിഡേ എന്ന ഒരു പ്രോഗ്രാം ഉണ്ടാകില്ല. യേശു വർഷത്തിലൊരിക്കൽ. കാരണം ക്യാമറയൊന്നും ഇല്ലല്ലോ, വല്ലയിടത്തുനിന്ന് വാടകയ്ക്ക് എടുക്കണം. ഇപ്പോൾ ജീസസ് എവരിഡേ ആണ്. കാരണം എല്ലാ ദിവസവും നിങ്ങളുടെ വീട്ടിലേക്ക് വരാൻ കാരണം എവരിഡേ പ്രോഗ്രാം നടത്താൻ പറ്റിയ രീതിയിൽ പലരും കൈത്താങ്ങൽ തന്നു. ദൈവം അവർക്ക് കൃപ കൊടുത്തു. നിങ്ങൾക്ക് ഈ മിനിസ്ട്രിയുടെ ഒരു ഭാഗമാകാം. നിങ്ങളത് ചെയ്യുമ്പോൾ ജീസസ് എവരിഡേ നിലയ്ക്കാതെ ഒരു നദി പോലെ ഒഴുകും. ആയിരങ്ങൾ അഭിവൃദ്ധിപ്പെടും. അവരുടെ വീടുകളിൽ
മരണം മാറിപ്പോവും, രോഗം മാറിപ്പോവും, ശാപം മാറിപ്പോവും. അങ്ങനെ വരുമ്പോൾ നിങ്ങളൊരു അനുഗ്രഹമായി മാറും. നിങ്ങൾ വർദ്ധിച്ചു വരും. നിങ്ങളുടെ മേലുള്ള വിളി വലുതാണ്. ഇതിൻ്റെ ഒരു ഭാഗമായി തീരാൻ ഞങ്ങളെ വിളിക്കുക. നിങ്ങളുടെ സാമ്പത്തിക കൈത്താങ്ങലുകൾ ഞങ്ങൾക്ക് ആവശ്യമാണ്. പ്രാർത്ഥന ആവശ്യമാണ്. പ്രോത്സാഹനം ആവശ്യമാണ്. കർത്താവ് ഈ മിനിസ്ട്രിയുടെ പാർട്ട്നേഴ്സായി നിങ്ങളെ കണ്ടിട്ടുണ്ട്. കർത്താവ് അത് ചെയ്യട്ടെ. എൻ്റെ ഹൃദയത്തിൽ ഇന്നത് പറയാൻ പ്രത്യേകം എടുത്ത് കർത്താവ് എന്നോട് തോന്നിപ്പിച്ചു. ആരൊക്കെയോ ഇത് ചെയ്യാൻ ഇന്ന് ഒരുങ്ങുകയാണ്. ഗോഡ് ബ്ലെസ് യു. ഇന്നത്തെ ചിന്ത ലഹരിയെക്കുറിച്ചാണ്. ലഹരി. പെന്തക്കോസ്ത് നാളിൽ സംഭവിച്ചത് വലിയൊരു ലഹരിയാണ്. പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നപ്പോൾ അവർ സംസാരിക്കാത്തതുപോലെ സംസാരിച്ചു. ലഹരിയുടെ ഒന്നാമത്തെ ലക്ഷണം സംസാരിക്കാത്തതുപോലെ അവർ സംസാരിച്ചു. ഇതുവരെ ആരും സംസാരിച്ചിട്ടില്ല. ഒന്ന്, ഇതുവരെ സംസാരിക്കാത്ത ഭാഷ ഉപയോഗിച്ചു. അവരുടെ ഭാഷ മാറി. ചില വീടുകളിലെ ഭാഷ കൊള്ളില്ല, ചീത്ത ഭാഷയാണ്. ചില വീടുകളിൽ വഴക്കിൻ്റെ ഭാഷയാണ്. കുറഞ്ഞ വീടുകളിലേ ഉള്ളു സ്നേഹത്തിൻ്റെ ഭാഷ. ചില വ്യക്തികൾ പറയുന്ന ഭാഷ വിശ്വാസത്തിൻ്റെ ഭാഷയാണ്. ചിലരോട് സംസാരിച്ച ധൈര്യം വരും, കാരണം ധൈര്യത്തിൻ്റെ ഭാഷയാണ്. ചിലരുടെ ഭാഷ നമ്മളെ കുത്തുന്നതും തളർത്തുന്നതുമായ, കുന്തം കൊണ്ട് കുത്തുന്ന പോലത്തെ ഭാഷ പറയാൻ ചിലർക്കറിയാം. തോമസ് ഊട്ടിബേർ ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു. തോമസ് ഊട്ടിബേറിൻ്റെ വീട്ടിൽ മാനസിക രോഗികൾ പലരുണ്ട്. തകർന്നു കിടക്കുന്ന കാലത്ത് ഒരു സ്ത്രീ, ബന്ധത്തിലൊരു സ്ത്രീ വിളിച്ച് തോമസ് ഊട്ടിബേറിനോട് ചോദിക്കുകയാണ്, ഭ്രാന്താലയത്തിൽ എല്ലാവരും സുഖമായിരിക്കുന്നുവോ? തോമസ് ഊട്ടിബേർ തകർന്നു പോയി. കൊല്ലുന്ന ഭാഷ, തകർക്കുന്ന ഭാഷ, കുത്തി മുറിവേൽപ്പിക്കുന്ന ഭാഷ. ഭ്രാന്താലയത്തിൽ എല്ലാവരും സുഖമായിരിക്കുന്നു. തണുപ്പിക്കുന്ന ഭാഷയെ അറിയില്ല. അപ്പൊ ഭാഷകൾ പലതുണ്ട്. ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായത്തിൽ പറയുന്നു, ദൈവം ഇറങ്ങി വന്ന് ഭാഷ കലക്കിക്കളഞ്ഞു. കലങ്ങിയ ഭാഷയാണ് ഭൂമിയിൽ, കലങ്ങി മറിഞ്ഞ ഒരു ഭാഷ. ഈ ഭാഷ തെളിഞ്ഞത് എവിടെയാണെന്ന് അറിയാമോ? പെന്തക്കോസ്ത് നാളിലാണ്. കലങ്ങിയ ഭാഷ മനുഷ്യരെ പല ഭൂഖണ്ഡങ്ങളിലേക്കും തിരിച്ചു. ഭാഷയെ അവരെ തിരിച്ചു, പലരാക്കി മാറ്റി, പല ഫാമിലികളാക്കി മാറ്റി, പല വംശങ്ങളാക്കി മാറ്റി, പല കൾച്ചറുള്ളവരാക്കി മാറ്റി. നല്ല കൾച്ചറും ചീത്ത കൾച്ചറും, സംസ്കാരങ്ങൾ പോലും വ്യത്യാസമാണ്. ചില രാജ്യത്തിൻ്റെ സംസ്കാരം ഒത്തിരി നല്ലതാണ്. ഒരു കൊച്ചു കാര്യത്തിന് പോലെ ഒരു നന്ദി പറയും. മലയാളികളുടെ സംസ്കാരം എന്ന് പറഞ്ഞാൽ, ഭാഷയെന്ന് പറഞ്ഞാൽ നന്ദി പറയില്ല. നന്ദി പറയുന്നത് എന്തോ കുറച്ചിലാണ്. ഇങ്ങോട്ട് വന്നേ, മറ്റേ സ്ഥലത്തോട്ട് പോകാനുള്ള വഴിയൊന്ന് പറഞ്ഞു തരാമോ? ചേട്ടാ ഇതിലേ പോയിട്ട് ഇതിലേ പോയാൽ മതി. കാറിൻ്റെ ഗ്ലാസും പൊക്കിയിട്ടാ ആന്ന് പോലും പറയില്ല. ഒറ്റ പോക്കാണ്. നന്ദി പറയാൻ പഠിക്കാത്തവർ. കാശുണ്ടായ പോലെ സംസ്കാരം നല്ലതാകണം. ഭാഷ കൊള്ളൂല്ല. ഒരു നന്ദിയുടെ ഭാഷയില്ല. കരുണയുടെ ഭാഷ പലർക്കുമില്ല. മൃഗങ്ങളോട് പോലും കരുണയുടെ ഭാഷയിൽ സംസാരിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ സ്വന്തം കുടുംബത്തിൽ പോലും കരുണയില്ലാത്തവരുമുണ്ട്. നമ്മളവരെ വിളിക്കുന്ന കണ്ണീ ചോരയില്ലാത്തവരെന്ന്. ഭാഷകൾ കലങ്ങിയത് കൊണ്ടാണ്. എന്നാൽ പെന്തക്കോസ്ത് നാളിൽ ഇറങ്ങി വന്ന ഭാഷ അത് അവരെ മത്തുപിടിപ്പിച്ചു. അവർ പറയുന്ന ഭാഷ ദൈവത്തിൻ്റെ വൻ കാര്യങ്ങൾ പറഞ്ഞെന്നാണ്. വില കുറഞ്ഞ കാര്യങ്ങൾ പറയുന്ന ഭാഷ അതായിരുന്നു കലങ്ങിപ്പോയ ഭാഷ. എന്നാൽ പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നപ്പോൾ ഭാഷ മാറി. സൂപ്പർ നാച്ചുറൽ ഭാഷ. ഒന്ന് ഭൂമിയിലെ ഭാഷയല്ല, ഇത് ദൂതന്മാരുടെ ഭാഷ, ദൈവത്തിന് ഇഷ്ടമുള്ള ഭാഷ, ലഹരി പിടിക്കുന്ന ഭാഷ,
മലയെ നീക്കുന്ന വിശ്വാസം, വൻകാര്യങ്ങൾ പറയുന്ന ഭാഷ, കേൾക്കുന്നവരെ കത്തിക്കുന്ന ഭാഷ, ചൂടുപിടിപ്പിക്കുന്ന ഭാഷ, മറ്റുള്ളവരെ പ്രബോധിപ്പിക്കുന്ന ഭാഷ, ഉൾക്കരുത്തില്ലാത്തവരെ താങ്ങുന്ന ഭാഷ. വെള്ളിയും പൊന്നും എനിക്കില്ല, ഞങ്ങൾക്കില്ല, ഞങ്ങൾക്കുള്ളത് തരുന്നു. പുതിയൊരു ഭാഷ. ആ യെരുശലേമിലെ അല്ലെങ്കിൽ ആ ദേവാലയത്തിൽ, സുന്ദരമെന്ന ദേവാലയത്തിൽ കയറിപ്പോകുന്ന പലരുടെയും ഭാഷ സുന്ദരമല്ല. ദേവാലയം സുന്ദരമാണ്, കയറിപ്പോകുന്നവർ സുന്ദരന്മാരാണ്, എന്നാൽ ഭാഷ സുന്ദരമല്ല. ഈ 40 വയസ്സുകാരൻ ആദ്യമായിട്ടൊരു നല്ല ഭാഷ കേൾക്കുന്നത്. വെള്ളിയും പൊന്നുമില്ല, ഞങ്ങൾക്കൊരു ഹൃദയമുണ്ട്, ഞങ്ങൾക്കൊരു മനസ്സുണ്ട്, നിന്റെ കൂടെ സമയം ചെലവഴിക്കാൻ, നിന്റെ കൂടെ ഒന്ന് ഇരിക്കുവാൻ, നിനക്കൊന്ന് കൈതരാൻ. എൻ്റെ കയ്യിൽ കാശുണ്ടായിരുന്നു, ഞാൻ എറിഞ്ഞേ നിനക്ക് തരും. എന്നാൽ എനിക്കൊരു ഹൃദയം കർത്താവ് തന്നു, ഒരു പുതിയ ഭാഷ. എനിക്ക് നിനക്കൊന്ന് കൈതരാൻ എനിക്ക് പറ്റുന്നുണ്ട്. എൻ്റെ കയ്യിൽ പൊന്നുണ്ടായിരുന്നെങ്കിൽ, വെള്ളി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ദൂരെ നിന്ന് നിനക്ക് എറിയും. ഈ രീതിയാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. എന്നാൽ എൻ്റെ കയ്യിൽ പൊന്നില്ല, വെള്ളിയില്ല, എന്നാൽ നിന്റെ അടുത്തോട്ട് വന്ന് നിന്റെ അടുക്കലൊന്ന് കുനിയാനും, നിന്റെ കയ്യിലൊന്ന് പിടിക്കാനും, അഴുക്ക് പിടിച്ച കയ്യിലോട്ടൊന്ന് പിടിക്കാനും, നിന്നെ നിന്റെ അവസ്ഥയിൽ നിന്നൊന്ന് പൊക്കാനും എനിക്കൊരു പുതിയ ഭാഷയുണ്ട്. ഒരു പുതിയ ഭാഷ. നസ്രേനായ യേശുവിൻ്റെ നാമത്തിൽ നടക്കുക. ഈ ഒരു ഭാഷ അവൻ കേട്ടിട്ടില്ല. 40 വർഷമായിട്ട് തളർന്ന് കാലുകൾ വളഞ്ഞുകുത്തിയിരിക്കുന്ന ഒരു മുരിങ്ങാക്കോലിൻ്റെ കനമുള്ള 2 കാലുകൾ, അതിൻ്റെ അറ്റത്ത് 2 കാൽപ്പത്തികൾ, അതിങ്ങനെ വെറുതെ കിടക്കുകയാണ്. എഴഞ്ഞു നടക്കുന്ന ഒരുത്തൻ, കൈകുത്തി നടക്കുന്ന ഒരുത്തനാ. അരയ്ക്ക് മുകളിലോട്ടേ ഇവന് ജീവിതമുള്ളൂ, താഴോട്ട് ഒരു ജീവനുമില്ല. എന്നാൽ ഭാഷ വ്യത്യാസം വന്നു. ഞങ്ങൾക്കുള്ളത് തരുന്നു. ബാക്കിയുള്ളവർ പറയുന്നത് ഞങ്ങൾക്കുള്ളതിൽ നിന്ന് നക്കാപ്പിച്ച തരുന്നു. എന്നാൽ പത്രോസ് പറഞ്ഞു ഞങ്ങൾക്കുള്ളത്. അതിൻ്റെ അർത്ഥം മുഴുവനും നിനക്ക് തരികയാണ്. ഞങ്ങളിൽ ഒരു ക്രിസ്തുവുണ്ട്, ഞങ്ങളിൽ ഒരു അഭിഷേകമുണ്ട്, ഞങ്ങളിൽ കാത്തിരുന്ന് പ്രാപിച്ച ഒരു ശക്തിയുണ്ട്. ഒരു പുതിയ ഭാഷ പറഞ്ഞു. ആ ഭാഷ അവൻ്റെ ജീവിതത്തെ മാറ്റി. അവൻ്റെ നരിയാണി, തളർന്നുപോയ കാൽപ്പത്തികളിലേക്ക് ഒരു ശക്തി വന്നിട്ട് അവൻ്റെ കാലുകളിൽ അസ്ഥികൾക്കും മജ്ജയ്ക്കും എല്ലാം ബലമുണ്ടായവൻ ചാടി എഴുന്നേറ്റു, നടന്നും തുള്ളിയും കർത്താവിനെ സ്തുതിച്ചുകൊണ്ട്. സുന്ദരമെന്ന ദേവാലയത്തിന് നിറയെ പടിക്കെട്ടുകളുണ്ട്. വലിയ ദേവാലയമാണ്, വളരെ ഹൈറ്റിലുണ്ടാക്കി, പടിക്കെട്ടുകൾ ഒത്തിരി ഉണ്ട്. ആ കാലത്തെ വലിയ കരിങ്കല്ലിൻ്റെ പടിക്കെട്ടുകളാണ്. നിസ്സാരമായിട്ട് തുള്ളിച്ചാടിയവൻ കയറി. ആർക്കും കയറാൻ കഴിയാത്തത്. ആ പള്ളിയിലുള്ള പലരും പറഞ്ഞേക്കണ കാൽമുട്ടിന് വേദനയായതുകൊണ്ട് പള്ളി പോകുന്നില്ലെന്നാണ്. പണ്ട് പോയിരുന്നവരാണ്. ഇപ്പോൾ പടിക്കെട്ട് കയറാൻ മേല. 40 വർഷമായിട്ട് നടക്കാത്തവൻ ഇപ്പം തുള്ളിച്ചാടി ആലയത്തിൽ നിന്ന് തുള്ളുന്നത് കണ്ടപ്പോൾ കാൽമുട്ട് വേദന, ഡിസ്കിന് കംപ്ലൈൻറ്റ്, ഇങ്ങനെയുള്ള കുറേ പേര് അവിടെ നിൽപ്പുണ്ട്. അവർ തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരുത്തൻ കിടന്ന് ചാടുന്നു. എന്താ? ഒരു പ്രത്യേക ഭാഷ വെളിപ്പെട്ടു. കലങ്ങിപ്പോയ ഭാഷയ്ക്ക് പകരം തെളിഞ്ഞ ഭാഷ പുറത്തു വന്നു. വ്യക്തമായി പറയുന്ന ഭാഷ. മറ്റേത് കലങ്ങിയ ഭാഷയാണ്. ആ ഭാഷ അവ്യക്തമാണ്, തെളിയാത്ത ഭാഷയാണ്. ഇവിടെ പറയുന്നത് എനിക്ക് ഉള്ളത് നിനക്ക് തരുന്നു. വെള്ളി ഇല്ല, പൊന്ന് ഇല്ല, എല്ലാം തെളിച്ചമാണ്. ഏകദേശം പറയല്ല, എല്ലാം തെളിഞ്ഞ ഭാഷ. കലങ്ങിയ ഭാഷയ്ക്ക് പകരം തെളിഞ്ഞ ഒരു ഭാഷ, വ്യക്തമാണ്. യേശു ക്രിസ്തുവിലൂടെയുള്ള വിടുതൽ വ്യക്തമാണ്. നീ സൗഖ്യമാകും. യേശു ക്രിസ്തുവിലൂടെയുള്ള അനുഗ്രഹം വ്യക്തമാണ്. നിങ്ങൾ പ്രാർത്ഥിച്ച് നോക്ക്. ചിലപ്പോൾ ദൈവം ചെയ്താലോ. ഡോക്ടർമാർ കൈവിട്ടതല്ലേ, ഇനി പ്രാർത്ഥിക്കാമെന്നല്ലാതെ ഈ വക ചെകുത്താൻ്റെ വാക്കുകൾ നീ പറയരുത്. അത് കലങ്ങിയ ഭാഷയാണ്, വ്യക്തമായി പറയണം. അതാണ് അപ്പോസ്തലന്മാർ പറഞ്ഞത്, മറ്റൊരുത്തനിലും രക്ഷയില്ല, തെളിഞ്ഞ ഭാഷ. നാം രക്ഷിക്കപ്പെടാൻ ആകാശത്തിൻ്റെ കീഴെ മനുഷ്യരുടെ ഇടയിൽ ആരൊക്കെ ഉണ്ടെന്നാ തോന്നുന്നേ? അല്ല, ഒരേ ഒരു നാമം,
യേശുവിൻ്റെ നാമം മാത്രം. തെളിഞ്ഞ ഭാഷ. ഇന്ന് ആരൊക്കെയോ വിടുതൽ പ്രാപിക്കുന്ന ദിവസമാണ്. വ്യക്തമായി പറയുന്നു, നീ പൂർണ്ണമായി സൗഖ്യമാകും. വ്യക്തമായി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ നീ വിടുതൽ പ്രാപിക്കും. യേശുവിൻ്റെ നാമത്തിൽ നീ ചാടി എഴുന്നേൽക്കും. യേശുവിൻ്റെ നാമത്തിൽ നീ കടക്കണിയിൽ നിന്ന് 100% പുറത്തു വരും. 1 കോടിയോ 10 കോടിയോ 100 കോടിയോ നിന്റെ കടം എത്രയായാലും, ആകാശത്തെ ഉണ്ടാക്കിയവൻ, നക്ഷത്രങ്ങളെ ഉണ്ടാക്കിയവൻ, ഭൂമിയെ ഉണ്ടാക്കിയവൻ, ഭൂമി ഉണ്ടാക്കിയിട്ട് ഭൂമിയുടെ മുകളിൽ വലിയ നക്ഷത്രങ്ങളെ ഉണ്ടാക്കി സമ്പത്ത് മുഴുവൻ മുകളിൽ വെച്ചിട്ട് പറയാണ്, നീ ഇങ്ങോട്ട് നോക്ക്, ഞാൻ വലിയവനാണ്. നിന്റെ എല്ലാ ആവശ്യങ്ങളെക്കാൾ, ഭൂമിയിലെ കൊച്ചാവശ്യങ്ങളല്ല, ഭൂമിയിലെ കൊച്ചാവശ്യങ്ങളെ വലിയവനായ ഞാൻ മാറ്റുമെന്ന് കാണിക്കാനാണ് വലിയ ആകാശം ചെറിയ ഭൂമിയുടെ മുകളിൽ വെച്ചിരിക്കുന്നത്. നിറയെ നക്ഷത്രങ്ങളെ വെച്ചിരിക്കുകയാണ്. അത് സൂര്യനേക്കാൾ 1000 മടങ്ങ് വലിപ്പുള്ള നക്ഷത്രം. എന്തിനാണ്? കൊച്ചു മനുഷ്യനെ ക്ലാസ് എടുക്കാൻ. കണ്ട് വിശ്വസിക്കുക, ഞാൻ വലിയ ദൈവമാണ്. നിന്റെ ചെറിയ ആവശ്യം എൻ്റെ ധനത്തിനൊത്തവണ്ണം നക്ഷത്രങ്ങളെ പോലെ തരും. അബ്രഹാമിനെ വിളിച്ചിട്ട് ഇതാ പറഞ്ഞത്, ഞാൻ നിന്നെ നക്ഷത്രങ്ങളെ പോലെ നിന്റെ കുഞ്ഞുങ്ങളെ വർദ്ധിപ്പിക്കും. അതിനാണ് ദൈവം നക്ഷത്രങ്ങളെ വെച്ചത്. നമ്മൾ വിചാരിക്കുന്നത് വെറുതെ ഉണ്ടാക്കിയിട്ട് ഇല്ല, വെറുതെ ഒന്നുമല്ല. എനിക്ക് നിങ്ങൾക്കൊരു മെസ്സേജ് തരികയാണ്, തെളിച്ചമുള്ള ഒരു മെസ്സേജ് തരികയാണ്. ആകാശം ദൈവത്തിൻ്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. ഇതുപോലെ എനിക്കിനിയും എൻ്റെ കൈകൾ നിനക്ക് വേണ്ടി ചലിപ്പിക്കാൻ കഴിയുമെന്ന് ദൈവം നമ്മെ പഠിപ്പിക്കുകയാണ്. കലങ്ങിയ ഭാഷയ്ക്ക് പകരം പെന്തക്കോസ് നാളിൽ തെളിഞ്ഞ ഭാഷ ഇറങ്ങി വന്നു. അതാണ് നമ്മൾ ആ കാണുന്നത്. പെന്തക്കോസ് നാളിൽ കാണുന്ന ആ വലിയ കാര്യം അതാണ്. അപ്പോസ്തല പ്രവൃത്തി 2:13-14 വാക്യങ്ങളിൽ, എന്നാൽ മറ്റു ചിലർ ഇവർ പുതുവിഞ്ഞിനാലും ഉന്മത്തരായിരിക്കുന്നു എന്ന് പറഞ്ഞ് പരിഹസിച്ചു. അപ്പോൾ പത്രോസ് 11 പേരോടുകൂടി എഴുന്നേറ്റ് ശബ്ദമുയർത്തി ജനത്തോട് അഭിസംബോധന ചെയ്തു, യഹൂദ ജനമേ, നിങ്ങളെല്ലാവരും അറിയണം, എൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കണം, തെളിഞ്ഞ വാക്കുകൾ. നിങ്ങൾ ചിന്തിക്കുന്ന പോലെ ഇവർ ലഹരി പിടിച്ചവരല്ല. ഇത് യോവേൽ പറഞ്ഞ കാര്യത്തിൻ്റെ നിവർത്തീകരണം. വ്യക്തമാണ് അവർക്ക്. പരിശുദ്ധാത്മ വന്നപ്പോൾ തെളിഞ്ഞ ചില കാര്യങ്ങൾ പുറത്തു വന്നു. അവ്യക്തത മാറി, വ്യക്തതകൾ വെളിപ്പെട്ടു. ഇതുപോലെ നിന്റെ ജീവിതത്തിൽ പ്രാർത്ഥന വ്യക്തമാകാൻ പോയി. നിന്റെ ജീവിതം തെളിഞ്ഞു വരാൻ പോവുകയാണ്. വർഷങ്ങളായിട്ട് നടക്കാത്ത കാര്യങ്ങൾ നിന്റെ ജീവിതത്തിൽ ഇന്നു മുതൽ സംഭവിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്നു. ഇത് കേൾക്കുന്ന പല വീടുകളിലും സമ്പത്തിൻ്റെ വിഷയത്തിൽ കലങ്ങിക്കിടക്കുകയാണ്. തെളിയുകയാണ്. നിന്റെ വഴി തെളിഞ്ഞു വരികയാണ്. നിന്റെ വാതിലുകൾ തുറന്നു വരികയാണ്. ഇതുവരെ തുറക്കാത്തൊരു വാതിൽ നിന്റെ മുമ്പിൽ തുറന്നു വരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുന്നു. ഒരു വലിയ ദൈവശക്തിയാൽ ഞാൻ നിറഞ്ഞു നിൽക്കുകയാണ്. നിന്റെ ജീവിതം വിടുതലായി മാറും. അത്ഭുതങ്ങൾ നീ കാണും. ഇന്നു മുതൽ നീ അത് കാണാൻ പോയി. ഒരിക്കലും നിനക്കൊരു ഭാവിയുണ്ടോ എന്ന് നീ വിഷമിച്ചെങ്കിൽ ഇന്നു മുതൽ നീ അത് കാണും. നിന്റെ വാതിലുകളൊക്കെ തുറന്നു വരുന്നത് കാണും. നീ യാത്രകൾ ചെയ്യാൻ പോവുകയാണ്. നീയും ഈ മിനിസ്ട്രിയുടെ ഒരു ഭാഗമായിട്ട് മാറാനുള്ളതാണ്. ഇന്ന് നിന്റെ കയ്യിൽ 1 രൂപയില്ല. നാളെ ഈ ജീസസ് എവരിഡേ എന്ന പ്രോഗ്രാമിന് ഏറ്റവും കൂടുതൽ കൈത്താങ്ങൽ തരുന്ന വ്യക്തി താങ്കളാണ്. ഞാൻ തെളിഞ്ഞു പറയുകയാണ്, നീ എഴുന്നേൽക്കും, നീ തുള്ളിച്ചാടും. അനേകർ നിന്നെ കാണും. ഒരിക്കലും കയറാത്ത ഉയർന്ന പടിക്കെട്ടുകൾ നീ ചവിട്ടിക്കയറും. നിന്റെ കാലുകൊണ്ട് ആർക്കും കയറാൻ കഴിയില്ല എന്ന് പറയുന്നിടത്ത് നീ കയറും, നീ തുള്ളിച്ചാടും. കർത്താവ് അത് ചെയ്യും. യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കും. ഒരു റിവൈവൽ സഭയിൽ നടക്കുന്നുണ്ട്. അതിൻ്റെ ഒരു പകർച്ച നിങ്ങൾക്കും കിട്ടുന്നുണ്ട്. ഞാനത് വിശ്വസിക്കുന്നു. എല്ലാ ദിവസവും രാവിലെ 8 മുതൽ രാവിലെ 9 മുതൽ വൈകിട്ട് 5 മണി വരെ 8 മണിക്കൂറത്തെ പ്രാർത്ഥന. ഒരു ഉദ്യോഗസ്ഥൻ, ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ 8 മണിക്കൂറല്ലേ ജോലി ചെയ്യുന്നത്. ഞങ്ങൾ ദൈവത്തിൽ 8 മണിക്കൂർ ചെലവഴിക്കുകയാണ്. സ്വർഗം ഇറങ്ങി നിൽക്കുകയാണ്. അനേകർ കൃപകൾ പ്രാപിക്കുന്നു. താല്പര്യമുള്ളവർക്ക് തിങ്കൾ മുതൽ ഞായർ ശനി വരെയുള്ള ദിവസങ്ങളിൽ 8 മണിക്കൂർ വരാം. ഞായറാഴ്ച 8 മണിക്ക് തുടങ്ങി 11 മണി വരെയാണ്. അതിനുശേഷം പല കാര്യങ്ങളും ഉണ്ട്. ഇതെങ്ങനെ പോകുന്നെന്ന് ഞങ്ങൾക്കറിയില്ല. ഉണർവ് വന്നാൽ അജണ്ടകളെല്ലാം പൊളിഞ്ഞു പോകും. ഏകദേശം ഞങ്ങളുടെ പ്രോഗ്രാം എല്ലാം പൊളിഞ്ഞിരിക്കുകയാണ്. കർത്താവ് വലിയ ഉണർവിലേക്ക് ഞങ്ങളെ നയിക്കുന്നു. അതിൻ്റെ ഒരു ഭാഗമായി നിങ്ങൾ തീരട്ടെ. ഗോഡ് ബ്ലെസ് യു.